നമസ്കാരം, ഞാൻ നോനു. യു കെയിൽ ഒരു R&D സയൻറ്റിസ്റ്റാണ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി എൻ്റെ PhD ഇൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിൽ നിന്ന് കഴിഞ്ഞ് ഒരു ജോലിക്ക് കയറി ഇപ്പോൾ അങ്ങനെ യു കെയിലാണ് ബേസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള PhDക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 3 വ്യത്യസ്ത രീതിയിലാണ് നമുക്ക് PhDക്ക് ഫണ്ടിങ് കണ്ടെത്താൻ പറ്റുന്നത്. ഒന്ന്, നമ്മളന്ന് പറഞ്ഞു, പ്രധാനമായിട്ട് നമ്മളുടെ കയ്യിൽ നിന്നും ഫീസ് കൊടുത്ത് നമ്മൾ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 3 മുതൽ 4 വർഷം വരത്തെ കോഴ്സായിരിക്കും ഒരു PhD എന്ന് പറയുന്നത്. ഒരു ആവറേജ് നല്ലൊരു റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 25,000 മുതൽ ഒരു 60,000 പൗണ്ട്, അതായത് 25 ലക്ഷം മുതൽ 60 ലക്ഷം വരെ ഫീസ് വരുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. ഇപ്പോൾ ഓക്സ്ഫോർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 40 to 60 അതിൻ്റെ കോളേജിനനുസരിച്ചിട്ട് വ്യത്യാസം വരുന്നത്. ഇപ്പം ചെറിയ യൂണിവേഴ്സിറ്റികൾ, ഇപ്പോൾ സ്വാൻസി പോലത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 23,000 25,000 പൗണ്ടൊക്കെയാണ് ഒരു വർഷത്തെ ഫീസ് വരുന്നത്. അപ്പോൾ എങ്ങനെ പോയാലും നമ്മളൊരു കോടി രൂപയിൽ മേലെ ഫീസ് മാത്രമായിട്ട് PhDയുടെ ഫുൾ കോഴ്സിന് വരും. അപ്പോൾ ഇത് നമുക്ക് അഫോർഡബിൾ അല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടിങ് ഉള്ള PhD പൊസിഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അതിനൊരു പോംവഴി. അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മളുടെ ഒരു സ്കോളർഷിപ്പ് കണ്ടുപിടിക്കുക, ഒരു സ്റ്റുഡൻഷിപ്പ് കണ്ടുപിടിക്കുക. അതിന് പറ്റിയത് ഇപ്പോൾ ചീവനിങ് അല്ലെങ്കിൽ ഗേറ്റ് സ്കോളർഷിപ്പ്, കോമൺവെൽത്ത് സ്കോളർഷിപ്പ്, അത്തരത്തിലുള്ള സ്കോളർഷിപ്പുകളൊക്കെ നമ്മൾ സ്വയം കണ്ടുപിടിച്ച് PhDക്ക് വരാമെന്നുള്ളതാണ് പിന്നീടുള്ളൊരു പോംവഴി. അപ്പോൾ നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഫണ്ടിങ് ഉള്ള ഒരു PhD കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഓൺലൈനിലായിട്ടാണ് നമ്മൾ എന്തായാലും സെർച്ച് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ, അപ്പോൾ ഇതിൻ്റെ സിംപിളി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫണ്ടഡ് ആയിട്ടുള്ളൊരു ഓപ്പൺ പൊസിഷനുകൾ ലോകത്തിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഫണ്ട് ചെയ്യുന്ന PhD ഓപ്പണിങ്ങുകൾ, അതായത് മറ്റുള്ള കോഴ്സുകൾ പോലെ തന്നെ ഇത് ഒരു നിശ്ചിത നമ്പർ ഓഫ് സ്റ്റുഡൻസിന് ഒരു വർഷം എടുക്കുന്നു. നമ്മൾ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ളതിനേക്കാളും ഉപരി ഇത് നമ്മൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് ഒരു PhD പൊസിഷൻ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പൊസിഷൻ അല്ലെങ്കിൽ ഓപ്പണിംഗ് അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഞാനിത് പറയുന്നത്. അപ്പോൾ ആളുകൾക്ക് അത് കൺഫ്യൂഷൻ വരുന്നുണ്ടാവും. എന്താണ് ഈ ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ടും വരും. ഞാനത് 1-2 പേര് മെസ്സേജ് അയച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായി എന്തുകൊണ്ടാണ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ PhDക്ക് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിനോട് തുല്യമായിട്ടുള്ളൊരു പ്രോസസ്സ് തന്നെയാണ്. അതായത് ഒരു സ്പെസിഫിക് ഏരിയയിലുള്ളൊരു റിസർച്ച് പ്രൊജക്റ്റ് ഏതെങ്കിലും ഒരു പ്രൊഫസർമാർ, ലെക്ചറർമാരോ അല്ലെങ്കിൽ റിസർച്ചേഴ്സോ അത് അഡ്വർടൈസ് ചെയ്യും. അപ്പോൾ പ്രധാനമായിട്ടും 3-4 വെബ്സൈറ്റുകളിലാണ് അത് അഡ്വർടൈസ് ചെയ്യുന്നുണ്ടാവുക. അതൊരു ജോലിയുടെ അഡ്വർടൈസ്മെൻറ്റ് പോലെ തന്നെയായിരിക്കും. നമുക്കതിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയകൾ ഉണ്ടാവും, നമ്മളുടെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ നമ്മളെന്താണ് മുന്നേ ചെയ്തുകൊണ്ടിരുന്നത്, നമ്മളുടെ മാസ്റ്റേഴ്സ് ആയിരിക്കും ഇപ്പോൾ അതിനൊരു റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ജോലിയുടെ അത്ര ടഫായിട്ടുള്ളത് അല്ലെങ്കിൽ പോലും കുറച്ച് നാരോ ഡൗൺ ആയിട്ടുള്ള എന്തെങ്കിലും ആ ഫീൽഡിലേക്ക്, ഇപ്പോൾ നാനോ ടെക്നോളജി അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ് എന്നൊക്കെ പറയുമ്പോൾ ആ മേഖലയിൽ നമുക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ അത് എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ കൃത്യമായിട്ട് അഡ്വർടൈസ്മെൻറ്റിൽ നമുക്കത് കാണാൻ പറ്റും. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ നമ്മൾ എവിടെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ചോദ്യം. നമ്മൾ ഈ അഡ്വർടൈസ്മെൻറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റെപ്പ്. നമ്മളുടെ ഈ അഡ്വർടൈസ്മെൻറ്റ് കണ്ടെത്തിയതിന് ശേഷം അത് എത്തരത്തിലുള്ള ഫണ്ടിങ് ആണ് നമുക്ക് കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ EPSRC, ഇപ്പോൾ നമ്മുടെ മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫണ്ടിങ് കൊടുക്കുന്നത് EPSRC ആണ്. അതായത് യൂറോപ്യൻ യൂണിയൻ്റെ മൊത്തത്തിലുള്ളൊരു റിസർച്ച് ഒരു റിസർച്ച് ബോഡിയാണ്. അതായത് മെയിൻലി ഹൈടെക് പ്രൊജക്റ്റുകൾക്കും റിസർച്ച് പ്രൊജക്റ്റുകൾക്കും ഒക്കെ ഫണ്ട് ചെയ്യുന്ന റിസർച്ച് ബോഡിയാണ് EPSRC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മേരി ക്യൂറി ഫണ്ടിങ്ങുകളും അതുപോലെ തന്നെയുണ്ട്. അപ്പോൾ EPSRC അല്ലെങ്കിൽ മേരി ക്യൂറി ഒക്കെ ഒരു കോമൺ ആയിട്ടായിരിക്കും, അതായത് യൂണിവേഴ്സിറ്റികളിലേക്ക് ഇത്ര എണ്ണം. അപ്പോൾ അത് എന്ത് പ്രൊജക്റ്റിലേക്ക് എന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജനറലി ഇപ്പോൾ ബയോളജിക്ക് വേണ്ടിയിട്ട് ഒരു 5 പൊസിഷനുകൾ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നമ്മളത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 പൊസിഷനുകളിൽ ഏതെങ്കിലും സൂപ്പർവൈസറിനെ നമ്മൾ കണ്ടുപിടിക്കണം. അയാളുടെ അടുത്ത് അങ്ങനെയുള്ളൊരു വേക്കൻസി ഉണ്ടോ എന്ന് അറിയണം. ആ ഫണ്ടിങ് അയാൾക്ക് അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ആ പ്രൊജക്റ്റിന് നമ്മളൊരു പ്രൊപ്പോസൽ വെക്കണം. നമ്മുടെ പ്രൊഫൈൽ നല്ല സ്ട്രോങ് ആയിരിക്കണം. അത്തരത്തിൽ. അതല്ലാതെ നമ്മളുടെ സൂപ്പർവൈസർമാർ, അതായത് ഈ നമ്മളെ ഹയർ ചെയ്യാൻ പോകുന്ന സൂപ്പർവൈസർമാർ ഓൾറെഡി ഫണ്ടിങ് സെക്യൂർ ചെയ്തിട്ടുള്ള സ്കോളർഷിപ്പുകൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ അദ്ദേഹം ആ ലെക്ചർമാർ അത് മുൻപ് തന്നെ, അതായത് നമ്മൾ ഒരു പ്രൊപ്പോസൽ വെക്കുന്നതിന് മുന്നേ തന്നെ എന്താണ് പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ഞാനൊരു സ്റ്റുഡൻറ്റിനെ ഹയർ ചെയ്യാൻ നോക്കുന്നുണ്ട്, എനിക്ക് ആ സ്റ്റുഡൻറ്റിന് കൊടുക്കാനുള്ള ഫണ്ടിങ് ഞാൻ സെക്യൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സെക്യൂർ ചെയ്തിട്ടുണ്ടാവുക ചിലപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഇൻറ്റേർണൽ ഫണ്ടിങ്ങുകളായിരിക്കാം, അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഫണ്ടിങ്ങുകളായിരിക്കാം. ഇപ്പോൾ റോയൽ സൊസൈറ്റിയുടെയൊക്കെ ഫണ്ടിങ്ങുകൾ ചിലത് എനിക്ക് വേണം PhD സ്റ്റുഡൻസിന് കൊടുക്കാം. അതുപോലെ അങ്ങനെ അത്തരത്തിലുള്ള ഫണ്ടിങ്ങുകളുണ്ട്. അപ്പോൾ ഇതാണ് കൂടുതലായിട്ടും നമ്മൾ PhD പൊസിഷനുകൾ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സൂപ്പർവൈസർ സെക്യൂർ ചെയ്ത ഫണ്ടിലേക്ക് അദ്ദേഹം ഹയർ ചെയ്യാൻ നോക്കുന്ന ഒരു PhD സ്റ്റുഡൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. അത്തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റുകളാണ് നമുക്ക് കിട്ടാനും സാധ്യത കൂടുതലുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ അപ്ലിക്കേഷൻ പ്രോസസ്സുകൾ കുറച്ചും കൂടെ ഈസായിട്ടുള്ള പ്രോസസ്സായിരിക്കും. ചിലപ്പോൾ മറ്റേതെന്നൊക്കെ പറയുന്നത് നമ്മൾ ജനറലി ഒരു വലിയൊരു ഫീൽഡിൽ കുറേ പേരോട് കോമ്പീറ്റ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഇത്തരത്തിലുള്ള അപ്ലിക്കേഷനുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ കുറച്ച് ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന, അതിനെപ്പറ്റി അറിയാവുന്ന, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് നമ്മൾ ജനറലി പറഞ്ഞാൽ പോലും ഇപ്പോൾ അതിലേതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയ, ഇപ്പോൾ മെഷീൻ ലേണിംഗ്, അത് എനിക്ക് മെഷീൻ ലേണിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ ആ പ്രൊഫസറുടെ കയ്യിൽ അത്തരത്തിൽ മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു PhD പൊസിഷൻ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിലേക്ക് എനിക്ക് അപ്ലൈ ചെയ്യാം. ആ മെഷീൻ ലേണിംഗ് അറിയുന്നവർ മാത്രമായിരിക്കും കൂടുതലായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് ഈ മെഷീൻ ലേണിംഗ് അറിയുന്ന പ്രൊഫൈലുകളായിരിക്കും. അപ്പോൾ ആ തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റുകളാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. നമുക്ക് PhDക്ക് ഉള്ള എന്താ പറയുക, നമുക്ക് ഒരു ഫണ്ടിങ്ങോട് കൂടിയുള്ള PhDക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള PhDക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നമുക്ക് എന്താ പറയുക സമയം ലാഭിക്കുന്നതൊക്കെ ആയിട്ടുള്ളൊരു ഒരു മെത്തേഡ്. പിന്നെ അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടുപിടിക്കേണ്ട വെബ്സൈറ്റിനെ പറ്റിയിട്ടും അതൊക്കെ ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് കൃത്യമായിട്ട് പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളിൽ കൂടുതൽ അഡ്വർടൈസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല, വെബ്സൈറ്റുകൾ findaphd.com, അതുപോലെ തന്നെ jobs.ac.uk, euraccess.com. ഇതിപ്പോൾ യൂറോപ്പിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ US നമ്മൾ PhDക്ക് അപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ഒരു പ്രോസസ്സ് തന്നെയാണ്. അത് യൂണിവേഴ്സിറ്റികളിലേക്കാണ്. ഒരുവിധപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റികളും നമ്മൾ പ്രൊഫസറിൻ്റെ അടുത്തേക്ക് നമ്മൾ PhD സ്റ്റുഡൻ്റ് ആയിട്ട് എത്താൻ, അല്ലെങ്കിൽ നമ്മളുടെ ഇൻട്രസ്റ്റ് അറിയിക്കുന്നതിന് മുന്നേ യൂണിവേഴ്സിറ്റി ത്രൂ നമ്മൾ ഒരു PhDക്ക് അപ്ലൈ ചെയ്യണം. അതായത് PhD ജസ്റ്റ് ഒരു കോഴ്സായിട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. അതിനുശേഷമാണ് ഏത് സൂപ്പർവൈസറിൻ്റെ കീഴിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷേ UK യൂറോപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു പ്രൊജക്റ്റിൽ, നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് ആ പ്രൊഫസറുടെ കയ്യിൽ ഓൾറെഡി ഒരു ഫണ്ടിങ്ങോട് കൂടിയുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ടാവും. 3 വർഷത്തേക്കോ 4 വർഷത്തേക്കോ ഒരു ഫണ്ടിങ്ങോട് കൂടി ഒരു പ്രൊജക്റ്റ് ഉണ്ടാവും. ആ സാധനം നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ അതിലെത്തിച്ചേരുക, അദ്ദേഹം പറയുന്ന പ്രൊജക്റ്റ് നമ്മളൊരു ജോലി പോലെ ചെയ്ത് തീർക്കുക എന്നുള്ളത് മാത്രമാണ് അതിലെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാലുള്ള കാര്യം. അത് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഉണ്ടാവും, ടോപ്പ് യൂണിവേഴ്സിറ്റികളിലുണ്ടാവും, ചെറിയ യൂണിവേഴ്സിറ്റികളിലുണ്ടാവും. ഇപ്പോഴത്തെ മാർക്കറ്റും ഗവൺമെൻറ്റും ബഡ്ജറ്റൊക്കെ അനുസരിച്ചിട്ട് ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഫണ്ടിങ് സെക്യൂർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ചെറിയ യൂണിവേഴ്സിറ്റികൾ വളർന്നു വരാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ആയാലും ഇതുപോലത്തെ റിസർച്ച് ബോഡികളായാലും ഫണ്ടിങ്ങുകളൊക്കെ കൂടുതലും ഫ്ലോ കൊടുക്കുന്നത് ചെറിയ യൂണിവേഴ്സിറ്റികൾക്ക്, അതായത് റിസർച്ചിൽ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ചെറിയ യൂണിവേഴ്സിറ്റികൾക്ക് ഫണ്ടിങ് കൂടുതലുണ്ടാവും. ഇപ്പോൾ അടുത്തായിട്ട് അങ്ങനെയുള്ള ഒരുപാട് കാണുന്നുണ്ട്. മറ്റോടത്ത് ഉണ്ടാവില്ല എന്നല്ല, മറ്റോടത്ത് ഉണ്ടെങ്കിലും അത് നല്ല കോമ്പറ്റീറ്റീവ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ വലിപ്പം വെച്ച് അവിടെ വരുന്ന പ്രൊജക്റ്റുകളുടെ എണ്ണം കുറവായിരിക്കും.
പിന്നെ എന്താ പറയുക, അതൊരു ഇൻ്റർവ്യൂ സ്റ്റേജിലൊക്കെ എത്തണമെങ്കിൽ നമ്മൾ അത്രയും നല്ലൊരു അപ്ലിക്കേഷൻ എന്നുള്ളത് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ CV ഒരു ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ ഒരു 3000-4000 അപ്ലിക്കേഷനൊക്കെ വരുന്നുണ്ടാവാം. അപ്പോൾ ഈ CV നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്യുന്ന പ്രോസസ്സ്, യൂണിവേഴ്സിറ്റി ഫിൽട്ടർ ഔട്ട് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സിൽ കൂടെ തന്നെയായിരിക്കും അത് നടക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കീവേഡുകളും അതുപോലെ തന്നെ നമ്മുടെ അപ്ലിക്കേഷനുകളൊക്കെ മാച്ച് ആയില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, നമുക്ക് ഈ പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ നമ്മളൊരു ഇൻ്റർവ്യൂ സ്റ്റേജിലേക്ക് എത്താൻ സാധ്യത കുറവായിരിക്കും. പിന്നെ CV അതുപോലെ തന്നെ കവർ ലെറ്റർ, ഇതിൽ രണ്ടിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതായത് അഡ്വർടൈസ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെ പോയിന്റ് ഉണ്ടോ അതൊക്കെ നമ്മൾ മാച്ച് ചെയ്യുന്നു എന്ന് എന്താ പറയുക, വളരെ ഒബ്വിയസ് ആയിട്ട് നമ്മൾ നമ്മുടെ പ്രൊഫൈലിലും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസിലൊക്കെ കാണണം. അത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർച്ച് ആവശ്യങ്ങൾക്കായിട്ട് റിസർച്ച് ആപ്ലിക്കേഷനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മളൊരു 1-to-1 കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ട് റിസർച്ച് ആസ്പിറൻസിന്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ എൻ്റെ ഇമെയിലിലോ ഒക്കെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമ്മളങ്ങനെ ഒരു ഇത് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ബാക്കി വീഡിയോയിൽ പറയാം. വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ആരെങ്കിലും നോക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നമ്മൾ സ്കോളർഷിപ്പിനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും ഈ സമയത്ത് നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നുണ്ടാവുക നമ്മളുടെ ചാനലിൽ. അപ്പോൾ എല്ലാവരും നമ്മളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.